അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചൈനീസ് സ്പ്രിംഗ് റോൾ റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ഉപ്പും കുരുമുളകും കുറച്ച് സോയാ സോസും ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത്, കുറച്ച് മല്ലിച്ചപ്പ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കേബേജിൻ്റെ കാൽ ഭാഗമാണ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഒരു ക്യാരറ്റും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ട സോയാ സോസും കുരുമുളക് പൊടിയും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം സവാള നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മളിനി അതിലേക്ക് ക്യാബേജ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാബേജ് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് അധികം കുക്കാവേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ എടുത്തു വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് അധികം കുക്കാവാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് കൂടെ ഇട്ടിട്ട് നമ്മുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ 2 കപ്പ് മൈദയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് 1 കപ്പ് വെള്ളം. ഇതാ നമുക്കിതെല്ലാം കൂടെ മിക്സിൻ്റെ ജാറിലേക്ക് ആഡ് ചെയ്തെടുത്തിട്ട് വെള്ളം കൂടെ ചേർക്കാം. നമുക്കിനി ഈ മിക്സ് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇത് ലൂസുള്ള ബാറ്ററും കൂടുതൽ കട്ടിയുള്ള ബാറ്ററും അല്ല, അതിൻ്റെ നടുവിലായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശ ചുട്ടെടുത്ത് അതിലേക്ക് ഇതെങ്ങനെ സ്റ്റഫ് ചെയ്തെടുക്കാമെന്നുള്ളത് നോക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ടയുടെ വെള്ളയും കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമുണ്ട്. അത് നമ്മൾ സ്പ്രിംഗ് റോൾസ് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഓരോ ദോശ അധികം തിന്നല്ലാതെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ദോശ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് സ്റ്റഫിങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ സെൻട്രലായിട്ട് സ്റ്റഫിങ് വെച്ചതിന് ശേഷം 2 സൈഡിലും ഫോൾഡ് ചെയ്തെടുക്കാം. 2 സൈഡും ഫോൾഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒന്നും കൂടെ ഇതുപോലെ ചെയ്ത് കാണിക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ റോൾസും ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ റോൾസും മുട്ടയുടെ വെള്ളയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ റോൾസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്, ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. ഇതേപോലെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ ഓരോ റോൾസും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ റോള് ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ എല്ലാം
ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ചൈനീസ് സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോളാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.